കുഴിയൊക്കെ റോഡുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ആരും സർക്കാരിനൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. എല്ലാ ചെറിയ കുഴികൾക്കൊന്നും സർക്കാരിന് ഇപ്പം എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. അതാ ആ റോഡിൻ്റെ നടുക്ക് വലിയൊരു കുഴി കണ്ടില്ലേ? അതിൻ്റെ രണ്ട് രീതിയിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ. വീഡിയോ നീക്കിപ്പോവാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയൊരു കുഴി ആയതുകൊണ്ട് കാര്യമില്ല. കാരണം ആരാണെങ്കിലും ഈ ചെറിയൊരു കുഴി മതി വലിയൊരു കുഴിയിലേക്ക് പോകാൻ. അപ്പൊ നല്ല ശ്രദ്ധിച്ചു പോവാ ആളുകൾ. നമ്മൾ ചെയ്തതിൽ ഏറ്റവും റിസ്ക് ഉള്ളൊരു വർക്കാട്ടോ മക്കളെ ഇത്. കുറേ ദിവസം ഇതിന് മെനക്കെട്ടിക്കണേ ഞാൻ. നല്ല അധ്വാനം ഉണ്ടായിരുന്നു. അത് സുഹൃത്തുക്കളെ, ആരിസാട്ടോ, ആരിസ് വൈദ്യരാണേ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ 10 മിനിറ്റുള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഈ വീഡിയോൻ്റെ പിന്നിൽ അത്ര കഷ്ടപ്പാടുണ്ട്. ഈ റോഡിലുണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഇതൊരു ഒന്ന് രണ്ടാഴ്ച ഞാൻ വീക്ഷിച്ച് പലതവണ ആയിട്ട് മണ്ണും കോൺക്രീറ്റും ഒക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഈ മെയിൻ റോഡിൽ ചെറിയൊരു കുഴിയായതിൽ കുറേ ബൈക്കുകൾ വീണ് ബൈക്ക് മറിഞ്ഞ ചരിത്രം വരെ ഉണ്ട്. അപ്പോൾ ചെറിയ കുഴിയാണ്. അപ്പോൾ ദിവസം തോറും ഇത് വലുതായി വരികയാണ് കണ്ടില്ലേ. ഇപ്പോൾ വളരെ സെറ്റായിട്ടുണ്ട്. വണ്ടിയൊന്നും പോകുന്നതാവില്ല. നല്ല സ്ട്രോങ്ങിൽ ഞാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ പിന്നിൽ ഭയങ്കരമായ അധ്വാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എല്ലാവരും നീക്കിപ്പോയല്ലേ. ഫുള്ളായിട്ട് കണ്ടാൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ചങ്ങായിമാരെ, ഞങ്ങളിത് 2 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. അന്ന് ആ കുഴിയിലേക്ക് കൊണ്ടുപോയി കോൺക്രീറ്റ് ഇട്ടപ്പോൾ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അകേഷ് അത് ശ്രദ്ധിക്കാതെ കോൺക്രീറ്റ് അതിലേക്ക് കൊണ്ടുപോയി തട്ടി. അങ്ങനെ വെള്ളം ഏറി ആകെ പായസം മാതിരിയായി, ആകെ ഇടങ്ങേറായി. മെയിൻ റോഡല്ലേ, ഈ ബൈക്കൊക്കെ വന്നുകൊണ്ട് അതിക്കടി ചാടിക്കഴിഞ്ഞാൽ പുളും നിറഞ്ഞാണ്ട് വണ്ടിയാണ് മാറി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, റോഡിൻ്റെ സൈഡിൽ നിന്ന് ഉണങ്ങിയ മണ്ണ് കുറേ വാരിയിട്ടു. പക്ഷേ അധികം ഉണങ്ങിയതല്ല. അന്ന് 2 ദിവസം മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നനഞ്ഞ മണ്ണ് തന്നെയാണ് വാരിയിട്ടിട്ടുള്ളത്. അങ്ങനെ അകേഷിൻ്റെ നേതൃത്വത്തിൽ ഫുള്ള് മണ്ണിട്ട് ഏകദേശം ആ ലൂസ് എന്നുള്ളത് ടൈറ്റാക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെ ചുറ്റും പറ്റി നിന്ന് ഏകദേശം വണ്ടിയൊക്കെ പോയി ഇത് സെറ്റാകുന്നുണ്ടോ, അപകട രീതി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ മണ്ണും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ മണ്ണൊക്കെ അതിലേക്ക് ഇട്ട് കച്ചറയൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കാണുന്ന നല്ലവരായ സുഹൃത്തുക്കളെ എല്ലാ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്ക് നമുക്ക് ചെയ്യാൻ തോന്നുന്നത്. ഇത് ചെറിയൊരു കുഴിയായിരുന്നു. പലതവണ വണ്ടികൾ വീണിട്ടുണ്ട്. ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ അവരെന്നെ അവരെ വകയായിട്ട് കുറേ മണ്ണുകളൊക്കെ ഇടും. ഒരാഴ്ച കൊണ്ട് ഫുള്ളായിട്ട് മണ്ണൊക്കെ അതിന് പോകും. കാരണം ടയർ ഇങ്ങനെ ഇറങ്ങി കയറുന്നതുകൊണ്ട് മണ്ണൊക്കെ തെറിച്ച് പോകും. പിന്നെ മഴയും പെയ്യല്ലേ. അപ്പോൾ നമ്മൾ ആ കോൺക്രീറ്റ് ഇട്ടത് വെള്ളം കൂടിയത് കാരണം മണ്ണിട്ട് സെറ്റാക്കി. പക്ഷേ ഇതൊരു പ്രതീക്ഷിക്കാത്ത പണിയാണ് ഈ മണ്ണിടൽ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളത് റെഡിയാക്കിയിട്ട് ഇനി ഇതാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കുറേ വീക്ഷിച്ച് അങ്ങനെ വീണ്ടും മണ്ണിട്ട് കൂടുതലുള്ള കല്ലും മണ്ണൊക്കെ പൊന്തി വരുന്നതൊക്കെ എടുത്ത് വടിച്ചൊഴിവാക്കി. എന്നിട്ടും രക്ഷയില്ല. ഉള്ളിലെ ആ കോൺക്രീറ്റിൻ്റെ വെള്ളം ഇങ്ങനെ വന്ന് മണ്ണ് മൊത്തം ചളിയായി മാറുകയാണ്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ അതിലേക്ക് കയറിയ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ റോഡിൻ്റെ അക്കരെ പോയിട്ട് കുറച്ച് പഴയ ചരലും അതും ഇതൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഇട്ടപ്പോൾ ഏകദേശം കുറച്ചൊരു സമാധാനം കിട്ടി. ആ ഒരു വെള്ളം ആ മണ്ണ് പൊന്തി നിൽക്കണമൊക്കെ ഇതാക്കിയിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് ആ ഗ്രാവൽ അതിലേക്ക് ഇട്ട് ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഏകദേശം ഒരു സമാധാനമായി. ആ മണ്ണ് വടിക്കാൻ ആ തൊട്ടടുത്ത കടയിൽ കച്ചവടം ചെയ്യുന്ന മാനിപ്പയാണത് നമ്മളെ സഹായിക്കാൻ വന്നത്, നൗഷാദ്. അവൻ്റെ ഭാഗമായിട്ട് അവൻ കുറേ അമർത്തി നോക്കി. ഞങ്ങളാകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. നിങ്ങളിത് 10 മിനിറ്റാണ് കാണണമെങ്കിലും ഞങ്ങൾക്ക് നല്ല അധ്വാനം വന്നിട്ടുണ്ട്. കുറേ വീഡിയോ ഞാൻ കട്ടാക്കിയതാണ് ഫുള്ളായിട്ട് ഇതിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ ഇതിപ്പോൾ അന്ന് രാത്രി 8 മണിക്ക് വീണ്ടും ഞാൻ സമാധാനം ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ 8 മണിക്ക് ഞാൻ നോക്കുമ്പോഴുള്ളൊരവസ്ഥയാണിത്. മഴ കുറവ് ആയതുകൊണ്ട് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇട്ടത്. മണ്ണ് മൊത്തം പോയിട്ട് ആ പഴയ അടിയിൽ ആദ്യം ലൂസായിട്ടിട്ട് കോൺക്രീറ്റ് മാത്രം അവിടെ ഉണ്ട്, വിട്ടില്ല. ഞങ്ങൾ കോൺക്രീറ്റ് വീണ്ടും തുടർന്നു. നിയാസിൻ്റെ വീട് പണി നടക്കുന്നിടത്ത് പോയിട്ട് മേറ്റിലും സിമെൻറ്റും മണലൊക്കെ മിക്സാക്കി പുട്ടുപൊടി രൂപത്തിലാക്കിയിട്ടാണ് ഇങ്ങനത്തെ പോക്ക്. വലിയൊരു ചാക്കുണ്ട്, 50 കിലോ 60 കിലോ വെയിറ്റ് ഉണ്ടാവും. അങ്ങനെ കുഴച്ച് ഞങ്ങൾ രണ്ടാളും കൂടി കൊണ്ടുപോയി. അതാ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ആ മണ്ണൊക്കെ പോയി കണ്ടോ, ആ പഴയ കോൺക്രീറ്റാണ് അടി കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. ഞങ്ങൾ എന്താക്കി, ആ ഉണങ്ങി നിൽക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ നനച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൂസായി നിൽക്കുന്ന മെറ്റലുണ്ടായിരുന്നു, അതൊക്കെ ആകേശനെ കൊണ്ട് പഠിപ്പിച്ച് നല്ല ഉഷാറാക്കി ഈ കോൺക്രീറ്റ് അതിൻ്റെ മേലെ കൊണ്ടുപോയിടുന്ന കാഴ്ചയായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, നനവുള്ളതല്ലേ. അപ്പോൾ അത്ര ആ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് മതിയാവില്ല എന്ന് വീണ്ടും ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായി കിട്ടി. അങ്ങനെ പുട്ടുപൊടി പോലെ ഇട്ട് ഞങ്ങൾ ഏതായാലും അമർത്തി നല്ല കൈക്കോട്ടിട്ടൊക്കെ അമർത്തി കൈക്കോട്ടൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ അറിയണോട് ഈ മെയിൻ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് അറിയുന്ന ആളുകളൊക്കെ ഞങ്ങളെ പറഞ്ഞ് വിലക്കാൻ നോക്കിട്ടോ. അത് കേസാവും അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ എന്തുകൊണ്ടും ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം നമ്മളങ്ങനെ പല പരിപാടികളും ചെയ്യുന്നതുകൊണ്ടും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം
അതിന് മുമ്പും നമ്മൾ ഇതുപോലെ തന്നെ ഈ വൈത്തിരി ഈ റോഡ് തന്നെ കുറേ നന്നാക്കിയിട്ടുണ്ട്, വെട്ടലിൻ്റെ പീസൊക്കെ ഇട്ടിട്ട്. അന്നൊന്നും ഇല്ലാത്ത കേസ് ഇപ്പം ഇന്ന് വരില്ലല്ലോ എന്നുള്ള ധാരണയിൽ ഞങ്ങളത് അപകടമില്ലാത്ത രീതിയിൽ വീക്ഷിച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം അതിൻ്റെ ബാക്കിൽ നടന്ന് നിരീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കൈക്കോട്ടൊക്കെ നല്ല അമർത്തി സെറ്റാക്കി വണ്ടിയൊക്കെ പോയുമ്പോൾ കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് സംഭവം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണാൻ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, തീർന്നിട്ടില്ല നീക്കിപ്പോയാലേ ആ തെറിച്ച് കിടക്കണ മണ്ണും കല്ലും എല്ലാം ഞങ്ങൾ മാറ്റി വീണ്ടും കൈക്കോട്ടുകളൊക്കെ നല്ല അമർത്തിക്കൊണ്ട് കേട്ടോ, കൈക്കോട്ട് കൊണ്ട്. അപ്പോഴാണ് തമാശ ഉണ്ടായത്. ആ കൈക്കോട്ട് പൊട്ടിച്ച് ഞാൻ മേടി പൊട്ടിച്ചു. വാടകയ്ക്കെടുത്ത കൈക്കോട്ടായിരുന്നു, ഏതായാലും പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെൽഡിങ് നമുക്ക് അറിയണോണ്ട് വെൽഡ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പരിപാടി വിജയിച്ചിട്ടുണ്ട്. വെള്ളം കുറഞ്ഞപ്പോൾ കണ്ടില്ലേ, വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ല സെറ്റായിക്കാണ്. നമ്മളെ പരിപാടി വിജയിച്ചിട്ടുണ്ട്. നല്ല വെള്ളം കുറച്ച് ഞങ്ങൾ വന്ന് അടിയിൽ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കുഴിൻ്റെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. നമ്മൾ ഒരാഴ്ച മേലെ ഇതിപ്പോ ഇത് മെനക്കട നോക്കിയിട്ട് നമ്മൾ ചെറിയൊരു കുഴി ആയതുകൊണ്ട് കാര്യമില്ല. കാരണം ആരാണെങ്കിലും ഈ ചെറിയൊരു കുഴി മതി വലിയൊരു കുഴിയിലേക്ക് പോകാൻ. അപ്പൊ നല്ല ശ്രദ്ധിച്ചു പോവാ ആളുകൾ. അപ്പൊ കാര്യം എന്താ പറയാ, നമ്മള് ചെറിയ കുഴിയാണ് ശ്രദ്ധിക്കുന്നത്. ബൈക്കുകാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. ബൈക്ക് സ്കൂട്ടിയൊക്കെ ഉള്ള ആൾക്കാരാണ് ബുദ്ധിമുട്ടുക. അപ്പൊ വളരെ ശ്രദ്ധിച്ചു പോവുക. കുഴിയൊക്കെ റോഡുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ആരും സർക്കാരിനൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. എല്ലാ ചെറിയ കുഴികൾക്കൊന്നും സർക്കാരിന് ഇപ്പൊ എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ചെറിയ കുഴിയാ മതി നമുക്ക് വലിയ കുഴിയിലെത്താൻ. ഇതൊരു പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. NH ഹൈവേ ആയതുകൊണ്ടേ ഒറ്റയടിക്ക് അങ്ങോട്ട് വന്നുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം അത് അപകടം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് ഒന്ന് വീക്ഷിച്ച് പിന്നെ കുറച്ച് കോൺക്രീറ്റ് ഇട്ടപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി. കേട്ടില്ലേ? അപ്പോൾ ആദ്യം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് മണ്ണിട്ട് അന്ന് ആകെ അലമ്പായി മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ 2 ദിവസമായല്ലോ കുറഞ്ഞിട്ട്. അപ്പം നമ്മൾ പുട്ടുപൊടി പോലെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെള്ളം കുറഞ്ഞ് ആ അപകട രീതി അവിടെ പരിഹാരം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യന്നെ. അത് നമ്മൾ തന്നെ വീഴുക. മറ്റേ വണ്ടികളൊക്കെ ശ്രദ്ധിച്ചു പോയിക്കോളൂ. ടൂ വീലറാണ് നമുക്കൊക്കെ. ഓക്കെ 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 നല്ല സെറ്റായി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കുറേ ആയിട്ട് ഞങ്ങളെ മനസ്സിലുള്ളതിൻ്റെ ഒരു ആശയമാണ്. പക്ഷെ ഒറ്റയടിക്ക് കോൺക്രീറ്റ് ഇട്ടാൽ നിൽക്കൂല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ചേലോട് സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ ഇന്ന് മുതൽ ഈ കുഴിയിലേക്ക് ബൈക്ക് ചാടുന്നതിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവട്ടെ മക്കളെ. അപ്പോൾ മക്കളെ, അകേഷ് നമ്മളെ നല്ല സഹായിച്ചിട്ടോ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓൻ്റെ വർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല, എൻ്റെ വർക്ക് ഉണ്ടാകുമ്പോൾ ഓനക്ക് പറ്റില്ല. അപ്പോൾ ഷൗക്കത്തിനെ വിളിച്ചു, ഓനക്ക് ഒഴിവില്ല. ഞായറാഴ്ച തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വൈകുന്നേരം സമയം കണ്ടെത്തിയാണ്. ഇതിപ്പോ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ചെയ്തത് അല്ലേ, തുടങ്ങി വെച്ചത് 2 ആഴ്ച മുമ്പ്. അന്ന് നല്ല പേരും മഴയാണ്, അന്ന് നടന്നില്ല. പിന്നെ വണ്ടികൾ പോകുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും വന്നിട്ടോ, പതിവ് പോലെ കാറ് കൊണ്ട് വീണ്ടും വീക്ഷിക്കാൻ വന്നത്തെ അവസ്ഥയാണിത്. നല്ല സെറ്റായിട്ടുണ്ട്. ബൈക്കുകളൊക്കെ സുലഭമായി പോണത് കണ്ടോളി നിങ്ങൾ. അതാ കണ്ടില്ലേ, ഒരു ബൈക്ക് പോകണം നോക്കി നിങ്ങൾ, എന്തൊരു സൂപ്പറായിട്ടാണ് പോണത്. അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.